എന്താണ് ശരിക്കും നമ്മൾ നേരിടുന്ന പ്രശ്നം? നമ്മൾ ഓരോരുത്തരും നേരിടുന്ന പ്രശ്നം എന്താണ്? നമുക്കറിയാം, കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ, ആത്മാർത്ഥതയോടുകൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോലിയിൽ മികച്ച വിജയം നേടാൻ കഴിയും, പ്രൊമോഷൻ നേടാൻ കഴിയും. ബിസിനസ്സിലാണെങ്കിൽ സമയത്തെ ഫലപ്രദമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ്സിനെ വലിയ രീതിയിൽ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് കഠിനാധ്വാനം ചെയ്യാൻ കഴിയുന്നില്ല. നമ്മളെ ആത്മാർത്ഥതയോടുകൂടി പരിശ്രമിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. ആരാണ് നമ്മെ ബ്ലോക്ക് ചെയ്യുന്നത്? പുറകിൽ നിന്ന് വലിക്കുന്നത് ആരാണ്? ശരിക്കും മറ്റൊന്നുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സാണ്. എൻ്റെ മനസ്സല്ലാതെ എന്നെയോ നിങ്ങളുടെ മനസ്സല്ലാതെ നിങ്ങളെയോ ഒരാളും നിങ്ങളുടെ നേട്ടത്തിന് തടസ്സമായി വരുന്നില്ല. നിങ്ങളുടെ നേട്ടത്തിന് തടസ്സം നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സല്ലാതെ മറ്റാരുമല്ല. നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് നിങ്ങൾ വിശ്വസിച്ചു പോയ, പ്രോഗ്രാം ചെയ്യപ്പെട്ടു പോയ നിങ്ങളുടെ മൈൻഡിന്റെ പ്രോഗ്രാമിംഗ് അല്ലാതെ, നിങ്ങളുടെ മെന്റൽ കണ്ടീഷനിങ് അല്ലാതെ ഒന്നും തന്നെ നിങ്ങളെയോ എന്നെയോ ബ്ലോക്ക് ചെയ്യുന്നില്ല. ആ പ്രോഗ്രാമിംഗ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മളെ വിജയത്തിലേക്ക് കുതിക്കുന്നതിൽ നിന്ന് പിടിച്ചു വെക്കുന്ന, നമ്മളെ ഊർജ്ജസ്വലനല്ലാതെ ഉറക്കം തൂങ്ങിയാക്കുന്ന, ഊർജമില്ലാത്തവനാക്കി തീർക്കുന്ന, പരിശ്രമിക്കാൻ നമ്മുടെ ഉള്ളിൽ തടസ്സം സൃഷ്ടിക്കുന്ന നമ്മളുടെ മനസ്സിനെയാണ് റീപ്രോഗ്രാം ചെയ്യേണ്ടത്. നമ്മളെ തന്നെയാണ് നമ്മൾ പൊളിച്ചെഴുതേണ്ടത്, മാറ്റിയെഴുതേണ്ടത്. എങ്ങനെയാണ് നമുക്ക് നമ്മളെ മാറ്റിയെഴുതാൻ കഴിയുക? നമ്മളുടെ ഓരോരുത്തരും വിശ്വസിച്ച് വെച്ചിരിക്കുന്ന മെൻ്റൽ കണ്ടീഷനിങ്ങിനെ, മെൻ്റൽ പ്രോഗ്രാമിങ്ങിനെ കൃത്യമായിട്ടും ഡിസിപ്ലിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ റീപ്രോഗ്രാം ചെയ്യാൻ പരിശീലിപ്പിക്കുന്ന പ്രോഗ്രാമാണ് സെൽഫ് മാസ്റ്ററി. ഇത് മാജിക്കോ മന്ത്രമോ ഒന്നുമല്ല. നമ്മളുടെ മനസ്സിനുള്ളിൽ നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ടുള്ള അപാരമായ കഴിവിനെ, അപാരമായ സിദ്ധിയെ പുറത്തെടുക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സെൽഫ് മാസ്റ്ററി. ഇന്നത്തെ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാവരുടെ അനുവാദത്തോട് ഞാൻ പറയാണ്, ഇതൊരു വേറെ ലെവല് തന്നെയായിരുന്നു. ഞാൻ എന്തായിരുന്നോ അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ്. സാർ എപ്പോഴും പറയുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ലൈഫിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാർ പറഞ്ഞ 100% ഉറപ്പാണ്. നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ കൃത്യമായിട്ടും ഡ്രമാറ്റിക്കലി യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഇത് വർക്കൗട്ടായ ഒരൊറ്റ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത ഒരനുഭവമായി ഇത് മാറും. ജീവിതത്തിൽ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഇനിയും ചെയ്യുവാനുണ്ട്. ജീവിതത്തിൽ അടയാളപ്പെടുത്തലുകൾ ബാക്കിയാക്കി വേണം ഈ ലോകത്ത് നിന്ന് മറഞ്ഞു പോകാനുള്ള ബോധം മനസ്സിലുറപ്പിക്കുന്ന ഒരു വൺ ഡേ വർക്ക്ഷോപ്പായി ഇത് മാറി എന്നുള്ളത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വിചാരിക്കാറുണ്ട്, ചന്ദനം ചേരാൻ ചന്ദനം മണക്കുന്നു. എനിക്ക് ഉറപ്പാണ്, നമ്മുടെ കസാഖ് സാറ് ചന്ദനാണെങ്കിൽ ആ ചന്ദനത്തോടെ ചേരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളും തയ്യാറല്ലേ? അപ്പോൾ ആ ചന്ദനത്തെ മുറുകെ പിടിക്കാൻ സാറ് പറഞ്ഞത് നേരത്തെ ആരോ പറഞ്ഞു, മുറുകെ പിടിച്ചോ അല്ലെങ്കിൽ പോവാൻ. ഉറപ്പാണ്, ഡെഫിനറ്റ്ലി ഇതെന്തായാലും ലോകത്തിലെ നമ്പർ 1 ആവാൻ ചാൻസ് കൂടുതലാണ്. 100% ആണ് കേട്ടോ. അതുപോലെ തന്നെ സാറ് നമുക്ക് തന്ന ക്ലാസ് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ആ ഒരു പോസിറ്റീവ് ഫീല് കുറച്ചുകൂടി അപ്ലിഫ്റ്റ് ചെയ്തു എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മുടെ ലൈഫ് ത്രൂ ഔട്ട് അത് പാലിക്കുന്നതിനും, അതുപോലെ തന്നെ സാറിൻ്റെ ആ ഒരു ക്ലാസ് നമ്മുടെ ഈ ഒരു 100 ഡേയ്സ് സാറ് കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാനും ലൈഫിൽ എല്ലാ രീതിയിലുള്ള സക്സസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സാറിൻ്റെ നിങ്ങൾ ട്രെയിനിങ് കറക്റ്റായി നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ വിജയിക്കുമ്പോൾ സാറിൻ്റെ ആ റീച്ച് ഒന്ന് നിങ്ങൾ മനസ്സിലാവുകയുള്ളൂ. സാർ ഇന്ന് എന്തിനാണ് ക്ലാസ് എടുത്തതെന്നുള്ളത് ഒരു ദിവസം നമ്മൾ ജയിക്കുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ തന്നെ സാറിനെ നമ്മൾ ഈ നാട്ടിൽ നിറയെ മനുഷ്യന്മാർ കുറച്ച് ദിവസം കഴിഞ്ഞ് ദൈവമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ദൈവങ്ങളെല്ലാം നമ്മളെല്ലാവരും വിഡ്ഢികളെന്ന് പറഞ്ഞ ആൾക്കാരാണ്. കാരണം 30 കൊല്ലത്തിന് മുമ്പ് ഒരാൾ പറഞ്ഞു, മുഖം നോക്കി സംസാരിക്കാമെന്ന് പറഞ്ഞു. നീ അമേരിക്കയിലിരി, എവിടെ വേണമെങ്കിലും ഇരിക്കി, എങ്ങനെ സംസാരിക്കാം? ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കാമെന്ന് 30 കൊല്ലത്തിന് മുമ്പ് ഒരാൾ പറഞ്ഞു. പക്ഷെ അന്ന് എല്ലാവരും അയാൾ എന്ത് പറഞ്ഞു? മണ്ട എന്ന് പറഞ്ഞു. ഇന്ന് അയാളിനെ ദൈവമായിട്ട് കാണും. അതുപോലെയാണ് നമ്മളെ ഗസാറ്റ് സാറ്. കാരണം ഇത് സാറ് പറയുന്നത് ഒരു ദിവസം നടക്കും. അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പല പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. പ്രത്യേകിച്ചും ഞാൻ പെട്ടെന്നൊരു ചൂടാകുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. അപ്പോൾ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഇപ്പോൾ എന്നെ ആര് പ്രകോപിപ്പിച്ചാലും എനിക്ക് ദേഷ്യം വരാത്ത രൂപത്തിലായിത്തീരാൻ എനിക്ക് സാധിച്ചു.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗൾഫിൽ പോകാറുണ്ട്. പക്ഷേ ഞാനിപ്പം ഒരുപാട് സന്തോഷവാനാണ്. രാവിലെ ആകുമ്പോൾ എൻ്റെ 2 മക്കൾ തിരിച്ചു കൊണ്ടുവന്ന് ഒരു ഷേക്ക് ഹാൻഡ് തന്ന് എൻ്റെ 2 കവളിലും ഓരോ ഉമ്മ തരുന്നു. അത് കഴിയുമ്പോൾ വൈഫ് വരുന്നു. ഞാൻ ഗൾഫിലായിരിക്കുമ്പോൾ പോലും ഞാൻ രാവിലെ എണീറ്റ് ഇതൊക്കെ ആലോചിക്കുമ്പോൾ പോലും എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നു. പിന്നെ സാർ എന്നെ ക്ലാസ്സിൽ വന്നതിന് ശേഷം എനിക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു. ഞാൻ ഇപ്പോൾ അതിൽ പല കാര്യങ്ങളും ഞാൻ നേടിക്കഴിഞ്ഞു.